നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നാളെ ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ്, 2 ഡേ ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം, മൂന്നാർ ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഒരു അവിടെ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് റെഡി ആവാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. ഒരു 5-5:15 കൂടിയിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് വേഗം റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ആ പെട്ടിയൊക്കെ ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് താഴെ കാറിൽ കൊണ്ടുപോയി കയറ്റണം. അപ്പോൾ അത് ഞാൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് എന്താ നിനക്കൂട്ടനെ കേട്ടും വരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് നോക്കാം. നിനക്കൂട്ടാ, ചിച്ചു എങ്ങടാ പോണേ? എപ്പോഴും ഒരു മലപ്പുഴയേ ഉള്ളൂ. ഇപ്പം എങ്ങടാ പോണേ? ഏട്ട് റെഡിയായോ? ഇതാ വരൂ. അപ്പോൾ ഇനി എനിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. 2 കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട് നാളേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തന്നെ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അച്ഛക്ക് എടുത്ത് കൊടുക്കുക വേണ്ടുള്ളൂ. 2 പൈനാപ്പിൾ കേക്ക് തന്നെയാണ് കേട്ടോ. ഒന്ന് 1 kg അതുപോലെ ഒന്ന് 1/2 kg ആണ്. അതുകൊണ്ട് എളുപ്പമായി. ഒന്ന് ആനിവേഴ്സറിയും അതുപോലെ ഒന്ന് ബർത്ത്ഡേ കേക്കുമാണ്. അപ്പോൾ 2ഉം പാക്ക് ചെയ്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ കൊണ്ടേ കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ലഗേജോളൊക്കെ കാറിൽ കയറ്റാണ് കേട്ടോ. ഒരു പെട്ടിയുണ്ട്, അതുപോലെ പിന്നെ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബരുവാണ് പെട്ടിയൊക്കെ എടുത്ത് വെക്കുന്നത്. സ്റ്റാൻഡ് ക്യാമറ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ട്രൈപോഡ് അല്ലേ പറയണ, എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊന്നും എടുക്കാൻ ബാക്കിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിതാ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കൂട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് മായന്നൂർ പാലം വഴിയാണ് പോകുന്നത് ഒറ്റപ്പാലത്തേക്ക്. ഒറ്റപ്പാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നിവിക്കുട്ടൻ ബരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം 6-6:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ട്രാഫിക് ഉണ്ട്. നമ്മളിപ്പോൾ ഒറ്റപ്പാലം എത്തി കേട്ടോ. അപ്പോൾ സ്വെറ്റർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പോവാണ്. നീക്കുട്ടൻ ഇവിടെ നല്ല കച്ചറയാണ്, കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെമ്മാടിച്ചക്കൻ. ഞാൻ ചോദിച്ചില്ല എവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടു ഇവിടെ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ നമ്മൾ പോയാൽ മതിയല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ വെറുതെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഏട്ടു പോയി നോക്കിയിട്ട് കേട്ടോ.
അത് നന്നായിട്ടുണ്ടല്ലോ. അത് ആർക്കാക്കിയ കേട്ടിനോ? അല്ല അത് ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെയുണ്ട്? അതെടുത്തോളൂ. മഞ്ഞ മാത്രമേ ഉണ്ടോ? സ്വെറ്റർ വാങ്ങിച്ചു കേട്ടോ. സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ബെൽറ്റ് നോക്കാണ്. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവും. അപ്പം ഇനി എന്താ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇടയിൽ വെച്ചിട്ട് വണ്ടി ഒന്ന് നിർത്തി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നാളേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സ്നാക്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ജ്യൂസ് വേണം വേണ്ടേ? അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ജ്യൂസ് കൊണ്ടുവന്നു. നീക്കുട്ടൻ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലെത്താറായി. നമ്മുടെ വീട്ടിലേക്കുള്ള ടേണിംഗ് ആണ് ഇത് കേട്ടോ. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ റോട്ടിലിറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളിതാ ഇപ്പം എത്തുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നേരത്തെ റോട്ടിലിറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പം സമയം ഒരു 8-8:30 ആയിട്ടുണ്ടാവും കേട്ടോ. കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ അച്ഛൻ നിൽക്കണു. അപ്പം ഇനി നീക്കുട്ടൻ ഒരേ ബഹളമായിരിക്കും. അമ്മമ്മയും മുത്തശ്ശനെയൊക്കെ കണ്ടിട്ടുള്ള സന്തോഷം. അപ്പം അതിൻ്റെ ഇടയിൽ ടോമിച്ചൻ അവിടെ നിന്ന് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. നമ്മളെ കണ്ടതിലുള്ള സന്തോഷമാണ്. ആളിങ്ങനെ മാടി വിളിക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. കണ്ടില്ലേ? അപ്പോൾ ഇതാ അമ്മ കുറച്ച് പുതിയ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടും പരും കൂടി അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നല്ല ബഹളമാണ്. നീക്കുട്ടനെ കണ്ടതിനുള്ളൊക്കെ ഒരു ബഹളം. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. കടയിലൊക്കെ കയറിയതല്ല. അപ്പോൾ ഒന്ന് മേല് കഴുകി ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. ചപ്പാത്തിയും ചിക്കനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. പിന്നെ കുറച്ച് ചെറിയ പാക്കിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ പരിപാടിയിലേക്കൊക്കെ കിടക്കാം. അപ്പം മേല് കഴുകി വന്നു കേട്ടോ. മേല് കഴുകി വന്നു. നീക്കുട്ടിന് ഭക്ഷണം കൊടുത്തു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവൻ വിശന്നിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവന് ഭക്ഷണം കൊടുത്തു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഏട്ടും പരും അച്ഛയും അവിടെ ഇരുന്നിട്ടുണ്ട്. ഏട്ടും ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ആള് ശ്രദ്ധിക്കണേ ഇല്ല. ചപ്പാത്തിയും ചിക്കനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബരു ഏട്ടും അച്ഛയും കൂടി. ഇപ്പോഴാണ് ആൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റി ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. കാഷ്യൂ നട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല അടിപൊളി ചപ്പാത്തിയും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം 2 ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ഞാനെന്തായാലും കഴിക്കട്ടെ കേട്ടോ. അതാ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടുമായിട്ട് ജോലി ചെയ്യണം കേട്ടോ. ഭയങ്കര ഗൗരവത്തിലാണ്. അപ്പം ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം സമയം എന്താ 9:45 ആയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. കുട്ടൻ ഗുഡ് നൈറ്റ്. നാളെ പറയൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ കേട്ടോ. ടാറ്റാ.